വടക്കു പടിഞ്ഞാറൻ ടാർസാനിയയിൽ മാർബർഗ് വൈറസ് ബാധിച്ച് 8 മരണം. 9 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. അയൽ രാജ്യമായ റുവാണ്ടയിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർബർഗ് ടാർസാനിയയിലും റിപ്പോർട്ട് ചെയ്തത്. കഗേര മേഖലയിൽ മാർബർഗ് വൈറസിന് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. രോഗികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തിവരികയാണെന്നും WHO അറിയിച്ചു. നിരീക്ഷണം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേസുകൾ പ്രതീക്ഷിക്കുന്നതായും സംഘടനാ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് പറഞ്ഞു. സെപ്റ്റംബർ 27-നാണ് റുവാണ്ടയിൽ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. രോഗം സ്ഥിരീകരിച്ച 66 പേരിൽ 15 പേർ മരിച്ചതായി റുവാണ്ടൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു. മരിച്ചവരിൽ ഭൂരിഭാഗവും ആദ്യം രോഗം സ്ഥിരീകരിച്ചവരെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരാണ്. തലവേദന, കടുത്ത പനി, നടുവേദന, വയറിളക്കം, രക്തം ഛർദ്ദിക്കൽ, പേശികളുടെ ബലഹീനത, ബാഹ്യ രക്തസ്രാവം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. 88% മരണനിരക്ക്. എബോള വൈറസിന്റെ കുടുംബത്തിൽപ്പെട്ടവയാണ് മാർബർഗും. രോഗലക്ഷണങ്ങൾക്ക് സാമ്യതയുണ്ടെങ്കിലും എബോളയും മാർബർഗും 2 വൈറസുകളാണ് പടർത്തുന്നത്. പഴംതീനി വവ്വാലുകളിലൂടെയാണ് വൈറസ് വ്യാപനം നടക്കുക. വൈറസ് ബാധയേറ്റ് 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. ശരീരസ്രവങ്ങൾ, ചർമ്മത്തിലെ മുറിപ്പാട്, മ്യൂക്കസ്, രക്തം, അണുബാധയുള്ള അവയവങ്ങൾ, രോഗാണുക്കളുടെ സാന്നിധ്യമുള്ള പ്രതലങ്ങൾ, തുണികൾ തുടങ്ങിയവ വഴിയാണ് വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത്. ഗുരുതരാവസ്ഥയിലെത്തുന്നവരിൽ രക്തസ്രാവം ഉണ്ടാകുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മാർബർഗിന് അംഗീകൃത വാക്സിനോ ചികിത്സയോ ഇല്ല. 1967-ൽ ജർമ്മനിയിലെ മാർബർഗ് നഗരത്തിലാണ് രോഗം ആദ്യമായി കണ്ടെത്തിയത്. പരീക്ഷണത്തിനെത്തിച്ച കുരങ്ങുകളിൽ നിന്നായിരുന്നു രോഗം മനുഷ്യരിലേക്ക് പകർന്നത്. ദക്ഷിണാഫ്രിക്ക, യുഗോസ്ലാവിയ, കെനിയ, ഉഗാണ്ട, അംഗോള തുടങ്ങി നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.